റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീഴുമ്പോൾ നാളകളിൽ എന്നെന്നും ഓർക്കാനും ഓർമ്മിക്കാനുമായി ഫോട്ടോ സെൽഫി സംവിധാനം ഉൾപ്പെടെ ഏറ്റവും മികച്ച പബ്ലിസിറ്റി പ്രവർത്തനങ്ങളാണ് കലോത്സവ വേദിയിൽ മീഡിയ ആൻഡ് പബ്ലിസിറ്റി വിഭാഗം നടത്തിവന്നത്. കഴിഞ്ഞ 10 വർഷമായി കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മീഡിയ ആൻഡ് പബ്ലിസിറ്റി ചുമതല ഏറ്റെടുത്ത് നടത്തുന്നത് AHSTA എന്ന അധ്യാപക സംഘടനയാണ്. ഈ വർഷവും മീഡിയ കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്നത്. പയ്യന്നൂരിലെ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ പ്രവർത്തനങ്ങൾ വൈറലാണ്. കാലഘട്ടത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് മീഡിയ കമ്മിറ്റി പ്രവർത്തിച്ചു എന്നതാണ് കലോത്സവം വൈറലാകാൻ കാരണമായത്. 10 വർഷമായി കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മീഡിയ ആൻഡ് പബ്ലിസിറ്റി ചുമതല ഏറ്റെടുത്ത് ഭംഗിയാക്കുന്നത് AHSTA എന്ന അധ്യാപക സംഘടനയാണ്. ഒക്ടോബർ 28-ന് സംഘാടക സമിതി യോഗം കഴിഞ്ഞ ഉടൻ തന്നെ ലോഗോ ക്ഷണിച്ചു. നവംബർ 4-ന് ലോഗോ പ്രകാശനം ചെയ്തു. മുൻപില്ലാത്ത വിധത്തിൽ തന്നെ അതിവേഗം കലോത്സവം നടക്കുന്ന പയ്യന്നൂർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബോർഡുകളും ബാനറുകളും പ്രദർശിപ്പിച്ചു. കുട്ടികൾക്കായി റീൽസ് മത്സരം സംഘടിപ്പിച്ചു. പൊതുജന പങ്കാളിത്തത്തോടെ നവംബർ 15-ന് മികച്ച രീതിയിൽ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. ഘോഷയാത്രയ്ക്ക് മുന്നോടിയായി ഗോപാൽ UP സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സംസ്കൃതം തിരുവാതിര ജനശ്രദ്ധയും മാധ്യമ ശ്രദ്ധയും പിടിച്ചുപറ്റി. മുത്തുക്കുടയും ചെണ്ടമേളവുമായി വർണ്ണാഭമായ വിളംബര ഘോഷയാത്രയിൽ പൗരപ്രമുഖരുൾപ്പെടെ 1000-ൽ പരം ആളുകൾ പങ്കെടുത്തു. കലോത്സവ നഗരിയിൽ മികച്ച രീതിയിൽ മാധ്യമങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കമ്മിറ്റിക്ക് സാധിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ മീഡിയ പവലിയനുമായി ബന്ധപ്പെടുത്താനും അവരുടെ അനുഭവങ്ങൾ അനുവാചകരിലേക്ക് എത്തിക്കുന്നതിനും കമ്മിറ്റി പ്രത്യേകം ശ്രദ്ധിച്ചു. കലോത്സവത്തിനെത്തുന്നവരെ സ്വീകരിക്കുന്നതിനായി പയ്യന്നൂരിലെ മികച്ച കലാകാരന്മാർ ഡിസൈൻ ചെയ്ത കവാടങ്ങൾ ഈ വർഷം ഏർപ്പെടുത്തിയിരുന്നു. പെരുമ്പ ഹൈവേയിൽ നിന്നും പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്ക് തിരിഞ്ഞ സ്വാഗത ഗേറ്റ് മുതൽ വിപുലമായി 7ഓളം കവാടങ്ങളാണ് ഈ വർഷം തയ്യാറാക്കിയത്. പയ്യന്നൂർ നഗരസഭാ കൗൺസിലർ M പ്രസാദും രാജാസ് ഹയർ സെക്കൻഡറിയിലെ TK രാജേഷ് മാസ്റ്ററുമാണ് കമ്മിറ്റിയുടെ ചുക്കാൻ പിടിക്കുന്നത്. സംഘടനയുടെ പ്രസിഡന്റും സെക്രട്ടറിയും VV രതീഷും AK ആനന്ദുമാണ് നേതൃത്വം നൽകിയത്. മീഡിയ കമ്മിറ്റി കൺവീൻ ചെയ്തു. സംഘാടക സമിതി രൂപീകരിച്ചത് ഒക്ടോബർ 27-നാണ്. അപ്പൊ അന്ന് മുതൽ മീഡിയ നമ്മളുമായി ഒത്തു പ്രവർത്തിക്കുന്നുണ്ട്. മീഡിയ ആണ് ഇത് ആദ്യം തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായകമായിട്ട് പ്രവർത്തിക്കുന്നത്. ഒരു കലോത്സവം ഭംഗിയായി ജനങ്ങളിലേക്ക് എത്തുന്നത്, കളർഫുള്ളായി ജനങ്ങളിലേക്ക് എത്തുന്നത്, അതിന്റെ സൗന്ദര്യം ഒട്ടും ചോരാതെ കാണികളുടെ കണ്ണുകളിലേക്ക് എത്തിക്കുന്നത് മീഡിയ ആണ്. ആ മീഡിയ ആയിട്ട് ഒന്നിച്ച് സഹകരിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരു സന്തോഷം തന്നെയാണ്. തീർച്ചയായിട്ടും മീഡിയ വളരെ മികച്ച രീതിയിലാണ് ഈ കലോത്സവത്തെ അതിന്റെ അനുവാചകരിലേക്ക് എത്തിക്കുന്നത്. അതിനായിട്ട് മീഡിയ നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ അഭിനന്ദനീയമാണ്. അപ്പോൾ അതിന്റെ ഒന്നിച്ച് ഈ കാര്യങ്ങളൊക്കെ മീഡിയയുടെ കാര്യങ്ങളൊക്കെ നോക്കാനും അവരോടൊന്നിച്ച് ചേർന്ന് ഈ കലോത്സവം ഒന്നുകൂടി കൂട്ടാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. ഇത്തരത്തിൽ മീഡിയ ആണ് ശരിക്കും പറഞ്ഞ ഒരു ജനങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുന്നത്. മീഡിയയിലൂടെയാണ് ജനങ്ങളെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. പബ്ലിസിറ്റി ആൻഡ് മീഡിയ കമ്മിറ്റി സംഘാടക സമിതി രൂപീകരിച്ച ദിവസം മുതൽ തന്നെ സജീവമായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. ഇപ്പോ 19-ാം തീയതിയാണ് കലോത്സവം ആരംഭിച്ചത്. കലോത്സവം ആരംഭിച്ച നാൾ തൊട്ട് ഈ മീഡിയ റൂം ഇവിടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 160-ലധികം മാധ്യമ പ്രവർത്തകരാണ് ഇതിനകം ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പുതിയ കാലത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഓൺലൈൻ ചാനലുകൾ സജീവമാണല്ലോ. അങ്ങനെയുള്ള ഓൺലൈൻ ചാനലുകളും ധാരാളമായിട്ട് ഈ കലോത്സവ നഗരിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. എല്ലാ മാധ്യമ പ്രവർത്തകരെയും വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈ മീഡിയ റൂമിൽ സ്വീകരിച്ചിട്ടുള്ളത്. അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വൈഫൈ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്, ലാപ്ടോപ്പ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്, ഭക്ഷണ സൗകര്യം, എല്ലാ സൗകര്യങ്ങളും മീഡിയ റൂമിലും പരിസരത്തുമായിട്ട് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകർ ആവശ്യമായ വാർത്തകളെല്ലാം ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്.